5 സൈനികർ വീരമൃത്യു വരിച്ച കത്വ ഭീകരാക്രമണത്തിന് പിന്നിൽ നുഴഞ്ഞുകയറിയ പാക് ഭീകരരെന്ന് സൂചന. ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്ന് സംശയിക്കുന്നതായി ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കത്വയിലെ ബദ്നോട്ട ഗ്രാമത്തിൽ 5 സൈനികർ വീരമൃത്യു വരിക്കാൻ ഇടയാക്കിയ ഭീകരാക്രമണത്തിനായി ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത അത്യാധുനിക ആയുധങ്ങളാണെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. അടുത്തിടെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറിയ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. ഇന്നലെ വൈകിട്ട് 3:30-യോടെയാണ് സുരക്ഷാസേന സഞ്ചരിച്ച വാഹനവ്യൂഹത്തിനു നേരെ ഭീകരാക്രമണം ഉണ്ടായത്. ഗ്രനേഡ് എറിഞ്ഞ ശേഷം വാഹനത്തിനു നേരെ ഇരുവശങ്ങളിൽ നിന്നും വെടിവെച്ചു. സൈന്യം തിരിച്ചടിച്ചതോടെ സമീപത്തെ വനമേഖലയിൽ ഒളിച്ച ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഭീകരർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ജമ്മു കശ്മീർ പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചു. ജമ്മു കശ്മീർ ദേശീയപാതയിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കത്വ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ കരസേന എയർലിഫ്റ്റ് ചെയ്തു. ബില്ലവാർ സബ് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. പരിക്കേറ്റ് പഠാൻകോട്ട് സൈനികാശുപത്രിയിൽ കഴിയുന്ന 5 സൈനികർ അപകടനില തരണം ചെയ്തതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. 24 ഡൽഹി.